ജലമർമ്മരങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലും പല എൻ്റെ സുഹൃത്തുക്കളും വിളിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും അത് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എങ്കിലും ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം വളരെ ചെറിയ വിഷയമാണ്, പക്ഷേ പലരെ ശ്രദ്ധയിൽപ്പെടാത്തൊരു വിഷയമാണ്. അത് ഒന്ന് എല്ലാവരെയും ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. മനസ്സിലായോ? സാധാരണ നമ്മുടെ നാട്ടിൽ വിവാഹം നടക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് പ്രേമവിവാഹവും, 2 അറേഞ്ച്ഡ് മാരേജുമാണ്. ഏത് തരത്തിലുള്ള വിവാഹമായാൽ തന്നെയും വിവാഹശേഷം ഭാര്യ ഭർത്താക്കന്മാർ വളരെ സന്തോഷത്തോടെ കുറേ നാളുകൾ ജീവിക്കുകയും അവരുടെ സന്തോഷവും സങ്കടങ്ങളും പരസ്പരം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവർ പഠിച്ച കോളേജുകളെക്കുറിച്ച്, അവർ ജീവിച്ച ജീവിത വഴികളെക്കുറിച്ച്, സുഹൃത്തുക്കളെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഭർത്താവിൻ്റെ കാര്യമാണെങ്കിൽ ഭർത്താവ് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ. ഇപ്പോൾ ഒരു ഭർത്താവ് ഒരു പക്ഷേ ഒരു ഗൾഫുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, അധ്യാപകനായിരിക്കാം, കർഷക തൊഴിലാളിയായിരിക്കാം, ചുമട്ടുതൊഴിലാളിയായിരിക്കാം. അപ്പോൾ ഈ ഭർത്താവ് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഭാര്യയ്ക്ക് എന്തെല്ലാം അറിയാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല ഭാര്യമാർക്കും ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മളത് ഭാര്യമാർ അത് അറിയേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മറ്റൊന്നും കൊണ്ടല്ല, സ്വന്തം ഭർത്താവ് എത്രത്തോളം കഷ്ടപ്പെട്ടാണ്, ഏതെല്ലാം സാഹചര്യങ്ങൾ, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഒരു ഭാര്യ മനസ്സിലാക്കിയിരിക്കണം. തൊഴിലിടത്തെ പ്രശ്നങ്ങൾ, മറ്റ് സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭാര്യ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു ഗൾഫുകാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗൾഫുകാരന് ഒരിക്കലും അവരുടെ ഗൾഫിലെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും പറയാറില്ല. മനസ്സിലായി? പക്ഷേ ഭാര്യയ്ക്കും മറ്റുള്ള ഗൾഫിലുള്ള ആൾക്കാരോട് ചോദിച്ച് അവരുടെ ജീവിത സാഹചര്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏതൊരു തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നേരിട്ട് ഭർത്താവിനോടോ അല്ലെങ്കിൽ മറ്റുള്ള അതേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ വെല്ലുവിളികൾ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുകൂടാതെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഭർത്താവിനുള്ള കടബാധ്യതകൾ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വീടിൻ്റെ കടം ഉണ്ടാകാം, മറ്റുള്ള പേഴ്സണൽ ലോൺസ് ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഭാര്യ അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യമാണ് ഈ ഒരു വീട്ടിലെ വീട്ടമ്മ ചെയ്യുന്ന ജോലി. ഇത് രണ്ട് പ്രൊഫഷനാണ്. ഒരു വീട്ടമ്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊഫഷനാണ്, ഒരു വലിയൊരു തൊഴിലിടമാണ്. മനസ്സിലായോ? നിത്യവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ നീളുന്ന ആ തൊഴിൽ അത് എത്രത്തോളം കഠിനമായതാണ്, എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെന്ന് ഭർത്താവ് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധിക്കുമെങ്കിൽ ഒരു ദിവസം 1 or 2 ദിവസം ചെയ്തു നോക്കുക. അത് ചെയ്തു നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ 365 ദിവസവും ഈ തൊഴിൽ ചെയ്യുന്ന ഈ ഭാര്യയുടെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഒരു വിരസതയും, ആ തൊഴിലിൻ്റെ ഒരു വിരസതയും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എൻ്റെ ഭാര്യ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഈ 2 കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കുട്ടികൾക്കും പകർന്നു കൊടുക്കണം. കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കണം. അച്ഛൻ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ഓരോ ജോലിയും ചെയ്യുന്നത് എന്നാണെങ്കിൽ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിസ്സാരമല്ല, ഓരോ ജോലിയും നിസ്സാരമല്ല. ഒരു ഡോക്ടറുടെ ജോലിയാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ശരിയാണ്, രോഗികളെ ചികിത്സിക്കുന്നു. പക്ഷേ
തൊട്ടു മുമ്പിൽ വന്നിരിക്കുന്ന രോഗി എന്ത് രോഗം കൊണ്ടാണ് വന്നിരിക്കുന്നത്, ആ രോഗി ഒന്ന് തുമ്മിയാൽ എനിക്ക് ആ രോഗം കിട്ടുമോ ഇല്ലയോ എന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഒരുപക്ഷെ ആ രോഗം ആ ഡോക്ടർക്ക് പകർന്നേക്കാം. അപ്പോൾ അത്രയും റിസ്ക് ഉള്ള ജോലിയാണ് ഡോക്ടർ പോലും ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റേതൊരു ജോലിയും, ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ പോലും, കർഷക തൊഴിലാളിയാണെങ്കിൽ വെയിലത്ത് നിന്ന് ഏകദേശം 10-12 മണിക്കൂർ വെയിലത്ത് നിന്ന് കർഷക തൊഴിലാളി അധ്വാനിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിസ്സാരമല്ല. മനസ്സിലായോ? അപ്പോൾ അത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വീട്ടമ്മയുടെ ബുദ്ധിമുട്ടുകളും ഭർത്താവും മനസ്സിലാക്കണം. സാധിക്കുമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു നോക്കുക. അപ്പോൾ ഇതെല്ലാം കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികൾക്കും ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്കും ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ അവർക്ക് കൂടുതൽ അച്ഛനമ്മമാരോട് സ്നേഹവും ബഹുമാനവും കൂടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഇങ്ങനെയുള്ള അറിവ് പങ്കുവെക്കുന്നതിൽ തടസ്സം വരുമ്പോൾ എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്, അറിവ് പങ്കുവെക്കാതെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിന് കൃത്യമായിട്ടുള്ള ശമ്പളം ലഭിച്ചു കാണത്തില്ല. അപ്പോൾ അതിൽ തുടങ്ങി സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടായിന്ന് വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുന്നു. അത് ചെറിയ ചെറിയ വഴക്കുകളായിട്ട് മാറുന്നു. ആ വഴക്കുകൾ മറ്റുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അത് ഒരു വലിയ വഴക്കുകളായിട്ട് മാറുന്നു. പിന്നെ രണ്ട് വീട്ടുകാരുടെയും ബന്ധുജനങ്ങൾ രണ്ട് വശം പിടിച്ചുകൊണ്ട് പരസ്പരം കലഹിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ പതുക്കെ ആ ബന്ധം പരസ്പരം ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അവിടെ ഇല്ലാതായിത്തീരുന്നു. അത് ഡൈവേഴ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ തുടക്കം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലായിരിക്കണം. ഭർത്താവിൻ്റെ തൊഴിലിടത്തെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വെല്ലുവിളികളും, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ബാധ്യതകളെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു വീട്ടമ്മ വീട്ടിൽ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട്, അതിൻ്റെ ആ ജോലിയുടെ ഒരു വിരസത, അതിൻ്റെ വെല്ലുവിളികൾ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തമ്മിൽ പങ്കുവെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരുകയായി. അപ്പോൾ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കും. അതിലൂടെ നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് നിങ്ങൾക്ക് ഏകദേശം നിങ്ങളിലേക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഇത് വളരെ എളുപ്പമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.